ഹലോ ഡോക്ടർ ജഡ്ക. ഹലോ 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 ഡോക്ടർ ജഡ്ക. ഡോക്ടർ ജഡ്ക, നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ പ്രോബ്ലം എപ്പോൾ ശരിയാക്കി തരാൻ പറ്റും? ഈ സ്പേസ് ഷിപ്പ് ശരിയായി വർക്ക് ചെയ്തില്ലെങ്കിൽ ആർക്കും തന്നെ ടി.വി. കാണാൻ പറ്റുകയില്ല. ഓഹോ, അപ്പോ ഇനി ഇന്ത്യയിലുള്ള എല്ലാ ടിവികളും ഓഫ് ആകുന്നാണോ? ഞാൻ 2 റോബോട്ടുകളെ അങ്ങോട്ട് അയക്കാം. അവരവിടെ വന്ന് തനിയെ എല്ലാം ശരിയാക്കിക്കോളും. ഡോണ്ട് വറി. ഓവർ ആൻഡ് ഔട്ട്. ഓ എന്റെ റോബോട്ടുകളെ, കുറച്ചു നേരം ഒന്ന് ക്ഷമിക്ക്. നിങ്ങളെ സ്പേസ് സ്യൂട്ടൊക്കെ ഇട്ട് ഞാൻ ഇപ്പൊ തന്നെ മുകളിലോട്ട് അയക്കാം. വരൂ, നമുക്ക് ഡോക്ടർ ജഡ്കയോട് പോയി ചോദിക്കാം ടി വി ഒക്കെ എന്താ ഓഫ് ആയിരിക്കുന്നേന്ന്. ഓ, തണുപ്പ് കാലം വരാൻ പോവല്ലേ? അതുകൊണ്ടായിരിക്കും ഡോക്ടർ ജഡ്ക തണുപ്പത്തുനിന്ന് രക്ഷപ്പെടാൻ ഇത് ഉണ്ടാക്കി വെച്ചത്. ഇത് ആസ്ട്രോനോട്ടിന്റെ സ്യൂട്ടാണ്. എനിക്ക് തോന്നുന്നത് സ്പേസ് പോകാനുള്ള പരിപാടിയാന്നാ. വരൂ, നമുക്ക് ഈ ഡ്രസ് ഒന്ന് ഇട്ട് നോക്കാം. ഇത് നമ്മളുടെ ശരീരത്തിന് പാകമാണെങ്കിൽ നമുക്ക് ഡോക്ടർ ജഡ്കയോട് പറയാം നമ്മൾ സ്പേസിലേക്ക് വരുന്നുണ്ടെന്ന്. ഓ എന്റെ റോബോട്ടുകള് സ്പേസ് സൂട്ട് തനിയെ എടുത്തിട്ടോ. ആഹാ വാ, ഞാൻ നിങ്ങൾ ഇപ്പൊ തന്നെ മുകളിലോട്ട് അയച്ചേക്കാം. ഇവര് മുകളിൽ പോവാൻ തയ്യാറായി നിൽക്കുവാ. ഇതെന്തായി കാണിച്ചത്? ഡോക്ടർ ജഡ്ക രക്ഷിക്കേ. പൊളിച്ചെടുത്തല്ല. ഇവര് രണ്ടുപേരും താഴെയാണെങ്കിൽ പിന്നെ മുകളിലേക്ക് പോയത് ആരാണ്? ഒരുപക്ഷെ അത് മോട്ടുപത്നുവാണോ? ഓയ്, ആരാ നിങ്ങൾ രണ്ടുപേരും? എങ്ങനെയാണ് സൂട്ട് എടുത്തിട്ടത്? വലിയേട്ടാ, ഇത് മോട്ടവും പന്തലുമാ. ഞങ്ങൾ അറിയാതെ ഈ ഡ്രസ് ഇട്ട് പോയതാണ്. അപ്പോഴത്തേക്ക് നിങ്ങൾ ഞങ്ങളെ പറഞ്ഞു വിട്ടു താഴേക്ക് കൊണ്ടുവരൂ. ഇനി താഴേക്ക് കൊണ്ടുവരാനുള്ള സിസ്റ്റം ഒന്നും ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. ഇനി ഞാൻ പറയുന്ന കേക്ക്. നിങ്ങൾ രണ്ടുപേരും നേരെ സ്പേസ് ഷിപ്പിലേക്ക് പോകും. അത് കേടായിരിക്കുക. അവിടെ 2 ആസ്ട്രോനറ്റ് പ്രശ്നത്തിലാണ്. നിങ്ങൾ അവരെ സഹായിക്കണം. ഞാൻ എന്താണോ പറയുന്നത് അത് അനുസരിക്കണം. ഓക്കേ? ഓക്കെ പറയല്ലാതെ ഞങ്ങൾക്ക് വേറെ വല്ല നിവൃത്തിയും ഉണ്ടോ? ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നത് ആ പാവങ്ങൾ ആരോ കയറുകൊണ്ട് കെട്ടിവെച്ചിരിക്കുകയെന്നാ. ഈ മനുഷ്യൻ എന്താ ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്? നിൽക്ക് മോട്ടു, 1 മിനിറ്റ്. എന്തായി കാണിക്കുന്നത്? ഇതെന്ത് മനുഷ്യരാ അവര്? ഒരു താങ്ക്സ് പോലും പറയാതെ പോയി കളഞ്ഞല്ലോ. അവര് പോയതൊന്നല്ല, അവരിനി സ്പേസിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും, നമ്മൾ അവരെ പോയി രക്ഷിക്കുന്നത് വരെ. എന്റെ അത്തിപ്പാറ അമ്മച്ചി, എന്തോ ഇത്? ഇവന്മാര് ഈ സ്പേസ് ഷിപ്പ് വിട്ട് എങ്ങനെയാ പുറത്തേക്ക് വന്നത്? ഹലോ, പോയി മോട്ട് പത്തലൂ. ഹലോ ഹാ ഡോക്ടർ ജഡ്ക. അകത്ത് കയറിയ റെഡ് ബോക്സ് ഒന്ന് തുറക്കും. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ആ സ്പേസ് ഷിപ്പ് ശരിയാക്കണം. പിന്നെ ആ ആസ്ട്രോനട്സിനെ നിങ്ങൾ രക്ഷിക്കുകയും വേണം. ഡോക്ടർ ജഡ്ക, ഒരു വയറിന്റെ കണക്ഷൻ വിട്ട് കിടക്കുന്നുണ്ട്. ആ വയറ് പഴയതുപോലെ കണക്ട് ചെയ്ത് വെക്കണം. അടുത്ത മോണിറ്ററിൽ ഒരു ഏലിയനെ കാണുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് സ്പേസിൽ പോയിട്ട് അത് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയെന്നാ. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ പേടിക്കരുത്. ആ സ്പേസ് സൂട്ട് ഇട്ട് ഓടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ആ ജെറ്റ് പാക്ക് എടുത്ത് നിങ്ങൾ പറക്കണം. അല്ല, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഞങ്ങൾ എന്തിനാ ഓടുന്നേ? ഞാൻ പറയുന്നത് കേക്കെന്റെ ചങ്കുകളെ. അവസാന കാലത്ത് ദൈവത്തെ കുറിച്ച് ഓർക്കുന്നതൊക്കെ വളരെ നല്ലതാ.
ഇനി ഒരുപക്ഷെ അങ്ങോട്ടേക്കാണ് പോകേണ്ടതെങ്കിലോ? എന്റെ വലിയേട്ട ഇങ്ങനെ പേടിപ്പിക്കാതെ നിങ്ങൾ നേരിട്ട് കാര്യം പറ. എന്താ കാര്യം? രണ്ടാമത്തെ മോണിറ്ററിൽ നിങ്ങളൊരു അന്യഗ്രഹ ജീവിയെ കണ്ടെന്ന് പറഞ്ഞില്ലേ? അത് മോണിറ്റർ ഒന്നും അല്ല, അത് കണ്ണാടിയാണ്. ആ ജീവി നിങ്ങളുടെ പുറകിൽ തന്നെയുണ്ട്. പത്തിലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ചെയ്യേ. ഐഡിയ ജെറ്റ് പാക്ക് സ്റ്റാർട്ട്. ഓടിയത് മതി, നമുക്ക് ലഞ്ച് കഴിക്കാം. പത്തിലു, എനിക്ക് തോന്നുന്നത് ഇത് വളരെ നല്ലൊരു ഏലിയനാന്നാ. ഉച്ചഭക്ഷണത്തിന് വിളിക്കുന്നത് കണ്ടോ? വേഗം ജെറ്റ് പാക്ക് കൊണ്ട് പറക്കാൻ തയ്യാറായിക്കോ. ഇപ്രാവശ്യം മുന്നോട്ട് പറക്കാൻ ശ്രമിക്കണം. എനിക്ക് ഈ ഏലിയനെ ഒട്ടും വിശ്വാസമില്ല. എനിക്ക് ഈ ബർഗറും സാൻഡ്വിച്ചൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. എടുത്തങ്ങോട്ട് കഴിക്കേ. താങ്ക് യു. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് എക്സ്റേ എന്നാണ്. നിങ്ങൾ കഴിക്കുന്നില്ലേ? ആ, കഴിക്കുന്നുണ്ട്. എന്താ ഇത്ര ധൃതി? ഞാൻ മസാല ഇടാതെ ഒരു സാധനം പോലും കഴിക്കാറില്ല. എന്റെ പത്തിലു, ഇതിന് നമ്മളെ കഴിക്കാനുള്ള പ്ലാനാ. ജെറ്റ് പാക്ക്. ഇത് ചീറ്റിംഗ് ആണ്, ഇത് ചീറ്റിംഗ്. നിങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് എനിക്ക് ലഞ്ച് കഴിക്കാൻ തരുന്നില്ലേ? എന്റെ മോട്ടോ, നീ എന്തായി ചെയ്യുന്നത്? സീറ്റ് ബെൽറ്റ് ഇടുവാ പത്തിലു. പെട്ടെന്ന് ഇവിടുന്ന് പറന്ന് രക്ഷപ്പെടണ്ടേ? മോട്ടോ, സ്പേസ് ഷിപ്പ് കേടാണ്, ഇത് പറക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്. ഓടിക്കോ. സോറി. ഞങ്ങള് വളരെ ഡീപ് ഫ്രീസറിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങൾ അവിടെ തന്നെ നിൽക്കൂ. ആ അന്യഗ്രഹ ജീവി പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പുറത്തിറങ്ങിയാൽ നിങ്ങളെ അത് തിന്നുകളയും. ഒരുപാട് സമയം ഞങ്ങൾ ഇവിടെ നിന്ന് മരവിച്ച് പോകും. ഞങ്ങളിപ്പോ എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കേ. ഐഡിയ. പുറകു വശത്തെ ചുമര് കട്ട് ചെയ്ത് നമുക്ക് പുറത്തേക്ക് ഓടാം. അതിന്റെ ബുദ്ധിയിലും ഈ സെയിം ഐഡിയ വന്നെന്നാ തോന്നുന്നേ. ഓടിക്കോ. ഓടി വല്ലാണ്ട് തളർന്നു. ഓ, ഭയങ്കര ചൂടെടുക്കുന്നു. ഫാൻ ഓൺ ചെയ്തേക്കാം. മോട്ടോ, നീ എന്തായി ചെയ്തത്? ഫാൻ ഓഫ് ചെയ്യേ. മെയിൻ സ്വിച്ചിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നില്ല. ഇതിനെയാണ് പറയുന്നത് തെങ്ങിന്റെ മുകളിൽ നിന്ന് നേരെ പൊട്ടക്കിണറ്റിൽ വീണൂന്ന്. എന്റെ എക്സ്റേ ചേട്ടാ ഫാനിന്റെ അടുത്തേക്ക് പോയാ കഷ്ണമായി പോവേ. അതുകൊണ്ട് ഇവിടെ തന്നെ നിക്കണേ. എന്റെ മോട്ടോ, നീ എന്തിനാ അവനെ പിടിച്ചിരിക്കുന്നത്? അവൻ നമ്മളെ കഴിക്കാൻ വന്നവനാ. അല്ല, ഞാനിത് ഫാനിൽ കുടുങ്ങാൻ പോകുന്നത് കണ്ടപ്പോ രക്ഷിക്കാൻ വേണ്ടി പിടിച്ചതാണ്. നീ എന്താണ് ഈ ചെയ്യുന്നത്? ഞാൻ നിന്നെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോ നീ എന്നെ ഭക്ഷിക്കാൻ നോക്കുവാണോ? ഞാൻ നിന്നെ തിന്നാൻ വന്നവനാണ്. എന്നിട്ട് നീ എന്തിനാ എന്നെ രക്ഷിക്കുന്നേ? കാരണം ഏതൊരു സാഹചര്യത്തിലും ഒരാളെ സഹായിക്കുക എന്നത് ഒരു മനുഷ്യന്റെ കടമയാണ്. എന്ത്? എന്തെങ്കിലും ചെയ്യൂ. എന്റെ ബുദ്ധി ഒരിക്കലും പ്രവർത്തിക്കുകയില്ല. ഇത് എന്റെ ഡയലോഗാണല്ലോ.
രണ്ടും വളരെ നല്ല മനുഷ്യന്മാരാണ്. വരൂ, ഞാൻ നിങ്ങളുടെ സ്പേസ് ഷിപ്പ് ശരിയാക്കി തരാം. പിന്നെ ആ 2 ആസ്ട്രോനോട്സുകളെയും രക്ഷിക്കുക. ഏലിയൻ വരുന്നുണ്ട്. ഈ സ്ഥലത്തെ ഏലിയൻസ് മനുഷ്യന്മാരെ തിന്നാറുണ്ട്. മമ്മി ഇത് മോട്ടു പത്തലുവാ. ഇവന്മാര് കൊള്ളാലോ. ഡോക്ടർ ജട്ക, മോട്ടു പത്തലു ഇതൊക്കെ എങ്ങനെയാ ചെയ്യുന്നേ? അവരെങ്ങനെയാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. മോട്ടു പത്തലു, ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിയും. ഈ മാഗ്നറ്റ് ബട്ടൺ എന്താണ്? അത് അമർത്തണ്ട, അത് ഭയങ്കര പവർഫുൾ ആണ്. അടുത്തുള്ള സ്പേസ് ഷിപ്പും സാറ്റലൈറ്റും ഒക്കെ നമ്മുടെ സ്പേസ് ഷിപ്പിൽ വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും. ഓ സോറി, ഞാൻ അറിയാതെ അമർത്തിപ്പോയി. എന്ത്? ഏതവനാടാ ഈ പരിപാടി കാണിച്ച്? ഓടിക്കോ മോട്ടു പത്തലു, ഓടിക്കോ. ഇപ്പൊ ഓടിയില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഓടാൻ പറ്റില്ല. ഓടിക്കോ.